അനധികൃത നിർമ്മാണത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ അത് നടത്തിക്കൊണ്ടിരുന്ന ഒരു സിനിമാ നടനാണ്. ആ സിനിമാ നടൻ അവിടുത്തെ കൗൺസിലറെ വിളിച്ചിട്ട് പറഞ്ഞു, അവന് പണി ഞങ്ങൾ വച്ചിട്ടുണ്ട്, അവൻ്റെ കാര്യത്തിൽ തീരുമാനം ഞങ്ങൾ ആക്കാനെല്ലാം റെഡിയാക്കി, കൊട്ടേഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കറക്റ്റ് ഒരാഴ്ച എത്തിയപ്പോഴാണ് പാലാരോട്ടം ബൈപ്പാസിൽ വെച്ചിട്ട് ഒരു വണ്ടി തന്നെ ഇടിച്ചിട്ട് നിർത്താണ്ട് പോവുകയും അവിടെ വെച്ച് കാല് വട്ടൊടിച്ചിട്ട് അതിനൊരു 1.5 വർഷത്തോളം കിടപ്പിലായി പോയി. ഏകദേശം 19ഓളം കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കേസുകൾക്കും വിധി വന്നിട്ടുണ്ട്. പെർമിറ്റിൻ്റെ പേപ്പർ വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സൂപ്പർവൈസർ നീ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ടാക്സ് കൊടുക്കുന്ന ഒരു പൗരനാണ്, അതുകൊണ്ട് പെർമിറ്റിന് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോലീസിനെ വിളിച്ച് പാലാവട്ടം സ്റ്റേഷനിൽ നിന്ന് ബൈക്കിൽ നിന്ന് 2 പേര് വന്നു, റോമിയോ പോണ 2 പോലീസുകാർ വന്നു. നമസ്കാരം, ഞാൻ പച്ചക്കുറയുടെ ബെന്നിച്ചേട്ടൻ. സത്യത്തിൽ ഇത്തിരി വിഷമിച്ച് ജീവിക്കണ ഒരു കാലഘട്ടമാണ്. കാരണം പൊതുപ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, പരിസ്ഥിതി പ്രവർത്തനം, ഇതിനൊക്കെ ചെയ്യുന്നതിന് വിസിൽ ബ്ലോവർ എന്നൊരു പേരുണ്ട്. പണ്ടെല്ലാം 4 തൂണുകൾ നമുക്കറിയാമല്ലോ, ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, ബ്യൂറോക്രസി. ഇവ 4 തൂണുകളിൽ ഒന്ന് പത്രവും കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സാധനമുണ്ട് വിസിൽ ബ്ലോവർ. ഇവർ നാട്ടിൽ നടക്കുന്ന അഴിമതികളെല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അതിൽ ബെന്നി ജോസഫ് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറ്റിയാടി വിനീത ടീച്ചറുടേത്, എറണാകുളത്ത് റോഡ് വെട്ടിപ്പൊളിക്കണ മാഫിയ, കരുവണ്ണൂർ സഹകരണ ബാങ്ക്, പഴയത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോഴിക്കോട് കുറ്റിയാടി എന്ന പ്രദേശത്ത് ഊരുവിലക്കുള്ള ഒരു സ്ത്രീയുടെ ഊരുവിലക്ക് നമ്മൾ എടുത്ത് കളഞ്ഞിരുന്നു. പിന്നെ റിലയൻസിൻ്റെ മണ്ണെണ്ണ കച്ചവടത്തിന് നമ്മളൊരു ബൂട്ടിട്ടിരുന്നു, സുപ്രീം കോടതി വരെയും പോയി. പിന്നെ പെരിയാർ കയ്യേറ്റം, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ ചെയ്യണ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇ.കെ. നായനാർ, ബഹുമാനപ്പെട്ട എ.കെ. ആൻ്റണി, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി, വി.എസ്. അച്യുതാനന്ദനൊക്കെ നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുകയും നമ്മൾ ഈ രാജ്യത്തിനും നാടിനു വേണ്ടിയാണ് ചെയ്യണം എന്നുള്ള രീതിയിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അന്നത്തെ DGP ഹോർമിസ് തരകൻ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഹോർമിസ് തരകൻ സാറൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി 2 മണിക്ക് വിളിച്ചിട്ട് ഇവിടെ റോഡ് വെട്ടിപ്പൊളിക്കേണ്ടത് വന്നെന്ന് പറഞ്ഞാൽ DYSP ആണ് വന്നത്. അതിനുശേഷം ജേക്കബ് പുന്നൂസ്. പക്ഷെ അതിന് ശേഷം വന്ന DGP എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയായി. കാട്ടുകള്ളന്മാരെ പിന്നെയും വിശ്വസിക്കാം, ഒരു രക്ഷയില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ടല്ലോ. നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ അവരൊക്കെ മറ്റേ കള്ളന്മാരുടെ കൂടെ. അപ്പോൾ എനിക്ക് ഇന്ന് സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വൈറ്റ്ല കോർപ്പറേഷൻ ഓഫീസിൽ വന്നു. കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഒരു വിങ്ങാണ് വൈറ്റ്ല സോൺ. ഇവിടെ ഗാലക്സി എമറാൾഡ് എന്ന് പറഞ്ഞ ഒരു 150ഓളം FIR-ഉം കേസുകളും ചീറ്റിംഗ് കേസും ജപ്തിയൊക്കെ ഉള്ള ഒരാൾ മാനനഷ്ടത്തിന് കോടതി പോയിട്ടുണ്ട് ഞാൻ ആയിട്ട്. ഒരു ഗാലക്സി എമറാൾഡും ബ്രിഡ്ജും 2 ഫ്ലാറ്റ് തട്ടിപ്പിന്. അപ്പം ഞാനിങ്ങനെ കയറി ഇറങ്ങുമ്പോൾ 2 പുലികളെ പരിചയപ്പെട്ടു. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന കാര്യം ഞാൻ ആ പുലികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. എൻ്റെ ഒപ്പം ഇരിക്കുന്നത് ഒന്ന് ടാർസൻ ചെഷയർ. പേരിൽ തന്നെ ഒരു ടാർസൻ ഉണ്ട്. ഇതാണ് ടാർസൻ ചെഷയർ. ടാർസനാണ് മരട് ഫ്ലാറ്റ്. ആ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. ആ ഫ്ലാറ്റ് പൊളിച്ചതിന് 2 അഭിപ്രായം ഉണ്ടെങ്കിലും കോടതി വിധിയുടെ മുകളിലല്ല ഒന്നും എന്ന് ആ കേസ് തെളിയിച്ചു അല്ലേ മരട് പൊളിച്ചത്. ഞാൻ 2007 മുതൽ 6-ലാണ് അവർക്ക് പെർമിറ്റ് കിട്ടുന്നത്. 2007 തോന്നുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ CRS എൻക്രോച്ച്മെൻറ്റും പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പരാതിമേൽ അവർ സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്യുന്നുണ്ട് മരട് മുനിസിപ്പാലിറ്റി. ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന സമയമാണ് ആ ടൈം, 8, 9, 10. പക്ഷേ ഞാൻ അന്ന് എനിക്ക് മനസ്സിലാക്കിയത് സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്യുന്നത് ഫോർ ദ വയലേഷൻ ഓഫ് CRS റൂൾസ് അല്ല, KMBR ഉല്ലംഘനോ. അതുകൊണ്ടാണ് ഇവർ ഹൈക്കോടതി പോകുന്നത്. പക്ഷേ 2010 ആയപ്പോൾ ഞാൻ കേരള കോസ്റ്റൽ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായപ്പോൾ ഞാൻ ഇവിടുത്തെ ചില ഇഷ്യൂസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരാണ് ആ ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി പരാതി മുനിസിപ്പാലിറ്റി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. അത് ചെലവിനൊരു കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുള്ള സമയമാണ്. DLF അഡലി ബിൽഡേഴ്സ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റോബർട്ട് വധേരയുടെ. അപ്പോൾ ആ കേസുള്ള സമയത്താണ്. അപ്പോൾ നമ്മൾക്കിത് മനസ്സിലാകുന്നത് ഉദ്യോഗസ്ഥന്മാരെല്ലാം അറിവുള്ളവരാണ്, നല്ല അറിവുള്ളവരും എന്തിനും. താങ്കളുടെ പ്രവർത്തനത്തിന്റെ ഇടയിൽ കൂടി ഈ ഉദ്യോഗസ്ഥന്മാരും മറ്റ് ഭരണകൂടവും താങ്കളുടെ കൂടെ വരുന്നോ അല്ല അവരുടെ കൂടെ? ഇല്ല, അതിന് എനിക്കൊരു അവാർഡ് കിട്ടിയല്ലോ കഴിഞ്ഞ 1.5 വർഷം മുമ്പ്. നമ്മൾ ഇരിക്കുന്ന വൈറ്റ്ല ജംഗ്ഷനിൽ ഒരു 50 മീറ്റർ 100 മാറ്റിയിട്ട് ഒരു 4:15 മണിക്ക് എനിക്കൊരു അവാർഡ് കിട്ടി. തല്ലിയല്ല, കൈകാലം അടിച്ചു, വടിവാളും ഒക്കെ വെട്ടിയ. ഇല്ല, പുറകെ വന്നോളും. അതിന് അവർക്ക് നോട്ടൊന്നുമില്ല, 66 നോട്ടൊന്നുമില്ല. അത് ഞാൻ അന്നത്തെ ഭരണകൂടത്തിലെ ആൾക്കാരാണ്. ഞാനത് അന്ന് ഭരിച്ചെന്ന് വെച്ചാൽ 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ. 1.5 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. 1.5 വർഷം 2 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനത്
അപ്പോൾ നമുക്ക് എനിക്കുള്ളൊരു വിശ്വാസം എനിക്കന്നൊരു വിഷമം പോലും തോന്നിയില്ല. കാരണം ഞാൻ ചെയ്യുന്ന ജോലിക്കൊരു കൂലി കിട്ടി. കാരണം പൊതുവെ എല്ലാവരും പറയുന്നത് വിവരാവകാശം അതല്ലെങ്കിൽ കേസ് കൊടുക്കുന്നത് നമ്മളൊരു അഴിമതി കാണിക്കുന്നതിന്, സാമ്പത്തികം മേടിക്കുന്നതിനാണ്. അങ്ങനെ മേടിക്കുന്ന ഒരാളെ ഒരു കാരണവശാലും ഭരണകൂടത്തിലെ ആൾക്കാർ ഗുണ്ടകൾ തള്ളേണ്ട ഒരു ആവശ്യമില്ലാന്നും അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്നോട് പറഞ്ഞു, നിനക്ക് വട്ടാണ്, നീ അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് വിഷമം തോന്നിയിട്ടില്ല, ഇന്നും വിഷമം. ഞാൻ എൻ്റെ ഡ്യൂട്ടി എന്നെക്കൊണ്ട് കിട്ടുന്ന സമയങ്ങളിൽ എൻ്റെ ഡ്യൂട്ടി. ഫ്ലാറ്റ് പൊളിച്ചപ്പോൾ അതിന്റെ തൂണുകൾ ഇടിച്ചു പൊളിച്ചതിനോടൊപ്പം ചെഷേറിന്റെ കൈയും കാലും തല്ലി ഒടിച്ചു. അല്ല, അത് മരട് ഫ്ലാറ്റ് പൊളിച്ചത് എൻ്റെ ഒരു ഡിഫറെന്റ് വർഷങ്ങൾ വ്യത്യാസമുണ്ട്. അതെ, അടി കിട്ടിയത് അന്ന് ഞാൻ എല്ലാ ചാനലിലും പറഞ്ഞാണ്, പറഞ്ഞാണ്. നമ്മൾ ഈ വൈറ്റ്ല ജംഗ്ഷനിൽ നിന്ന് പാലം കയറി ഇറങ്ങി എടപ്പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഫ്ലാറ്റിലൊരു 7 നില ബിൽഡിംഗ് ഉണ്ട്. അതായത് ഗോൾസൂക്കൽ കഴിഞ്ഞ് അപ്പുറത്തുള്ളത് ഞാൻ പറഞ്ഞു ടൊയോട്ടയുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. സ്ട്രക്ചറൽ ഡിസൈൻ മാത്രമേ ഉള്ളൂ. അതിന് ഒക്യുപ്പൻസി കൊടുത്തു. അതിനെതിരെയാണ് എൻ്റെ പരാതി. പിന്നെ ഉള്ളത് ബ്രഹ്മപുരത്ത് നിന്ന് തീ കത്തി കഴിഞ്ഞിരിക്കുന്നു. അതുമേലെ എൻ്റെ പരാതി മേലെ എഫ്ഐആർ ഇടാൻ സർക്കാർ പറഞ്ഞു. പിന്നെ GCDയുടെ ഒരു ലൈഫ് മിഷൻ ബന്ധപ്പെട്ടിട്ട് ഗാലക്സി ഇപ്പോൾ നിലവിൽ ഗാലക്സിയിൽ കേസ് കൊടുത്തിട്ട് ഓംബുഡ്സ്മാനിൽ കൊടുത്തിട്ട് 4 വർഷമായി. ഫയൽ അത് എനിക്ക് സംശയമാണ്. കാരണം ഏറ്റവും നല്ലൊരു ഓംബുഡ്സ്മാൻ ജഡ്ജിയുണ്ട്, രാജൻ സാർ ഉണ്ടായിരുന്നു. രാജൻ സാറ് 6 മാസം 7 മാസം ഇരുന്നുള്ളൂ. അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ആ തോട് പുനഃസ്ഥാപിച്ചത്. 1.5 വർഷത്തേക്ക് അവിടെ കിടക്കും. തീർച്ചയായിട്ടും നമ്മുടെ മെട്രോന് ഒരു കേസ് കൊടുത്തേക്കുന്നത്. അതെ അതെ, ഏകദേശം 10 തുണി ഒക്കെ ഇട്ട് ചുറ്റി വെച്ചേക്കുന്ന തൂണും ഇതൊക്കെ. അതെ അതെ, അതിന് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവാർഡുകൾ കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം 2022 അല്ല, ഞാൻ പറയാം, 2022 നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു എമറാൾഡ് എന്ന് പറയുന്ന ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കേസ് ഫയൽ ചെയ്തിരുന്നു. അനധികൃത നിർമ്മാണത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ അത് നടത്തിക്കൊണ്ടിരുന്ന ഒരു സിനിമാ നടനാണ്. ആ സിനിമാ നടൻ അവിടുത്തെ കൗൺസിലറെ വിളിച്ചിട്ട് പറഞ്ഞു, അവന് പണി ഞങ്ങൾ വച്ചിട്ടുണ്ട്, അവൻ്റെ കാര്യത്തിൽ തീരുമാനം ഞങ്ങൾ ആക്കാനെല്ലാം റെഡിയാക്കി, കൊട്ടേഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കൗൺസിലർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, സൂക്ഷിച്ചേക്കണം കേട്ടോ, ഇങ്ങനെ ഒരു പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇല്ല, കൗൺസിലർ എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറഞ്ഞു, സൗഹൃദത്തിൻ്റെ ഇതിൽ. പക്ഷെ ഒരാഴ്ചകൾക്ക് ശേഷം, കറക്റ്റ് ഒരാഴ്ച എത്തിയപ്പോഴാണ് പാലാരോട്ടം ബൈപ്പാസിൽ വെച്ചിട്ട് ഒരു വണ്ടി തന്നെ ഇടിച്ചിട്ട് നിർത്താണ്ട് പോവുകയും അവിടെ വെച്ച് കാല് വട്ടൊടിച്ചിട്ട് അതിനൊരു 1.5 വർഷത്തോളം കിടപ്പിലായിപ്പോയി. പക്ഷെ അവർക്ക് തന്നെ കാലടിക്ക് ഓതറൈസ്ഡ് അല്ലാത്ത ഒരു അവാർഡ് കിട്ടി. യെസ്, ഓതറൈസ്ഡ് അല്ലാത്ത. പക്ഷേ തീർച്ചയായിട്ടും ചോദിക്കാനുള്ള കാര്യം, ഇങ്ങനത്തെ പൊതുപ്രവർത്തനം, വിസിൽ ബ്ലോവേഴ്സ്, അഴിമതിക്കെതിരെ പോകുമ്പോൾ, വിവരാവകാശത്തിനെതിരെ പോകുമ്പോൾ ഒരു വിഭാഗം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുക, വിവരാവകാശം വെച്ച് വില പേശുക. നോർമലി രാഷ്ട്രീയക്കാരാണ് ഇത് ചെയ്യണം, വലിയ ലോക്കൽ സെക്രട്ടറി മറ്റേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കത് ഉണ്ടായിട്ടില്ലെങ്കിലും ഏറ്റവും എളുപ്പമാണ് അത് കാശ് പിടുങ്ങാനാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പരാതി വന്നില്ല. കാരണം ഞാൻ നോർമലി വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിവരാവകാശം എടുക്കുന്നത്. അത് ഞാൻ കോടതിയിൽ ഫയൽ ചെയ്യാറുണ്ട്. ഏകദേശം 19ഓളം കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കേസുകൾക്കും വിധി വന്നിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പാലാരിവട്ടത്ത് 2019 ഒരു ദിവസം രാത്രി ഞാൻ വരുന്ന സമയത്ത് റെനൈസൻസിന് മുമ്പിൽ റോഡ് കുഴിക്കണ്ടായിരുന്നു. ഈ റോഡ് കുഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, വണ്ടി നിർത്താൻ പറഞ്ഞു. അപ്പോൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. റോഡ് കുഴിക്കുമ്പോൾ ഗതാഗതമുള്ള റോഡാണെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് പാലിക്കേണ്ട മര്യാദകളുണ്ട്. അതറിയത്തില്ല. ഓക്കെ, കളക്ടർ അറിയണം, അല്ലാണ്ട് പോലീസിന്റെ സാങ്ഷൻ പോലെ കളക്ടർ അറിയണം, മേയർ അറിയണം, ഇത് എന്തിനു പണിയുന്നെന്നും എന്ന് തീർക്കുമെന്ന് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. PWD റോഡാണെന്നുണ്ടെങ്കിൽ ആ റോഡിന്റെ കാര്യകാര്യ സഹിതം കാണിച്ചുകൊണ്ട് PWD നിന്ന് പെർമിറ്റ് എടുക്കണം. ഈ പെർമിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എത്ര വേണോ നമ്മൾ കുഴിക്കുന്നത്, ആ കുഴിക്കുന്നത് റീപേസ്റ്റ് ചെയ്യാനുള്ള പേയ്മെന്റ് അവിടെ അടിച്ചിട്ട് അതിന് ചെലങ്ങനി. അപ്പോൾ അവർ അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിന് ടൈമിംഗ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. രാത്രി ഗതാഗതമുള്ളതാണെന്നുണ്ടെങ്കിൽ രാത്രി എപ്പോൾ തുടങ്ങി അത് ടൈമിംഗ് ഉണ്ട്. രാത്രി ഏറ്റവും ഗതാഗതം കുറവുള്ള സമയത്തായിരിക്കണം പണി നടത്തേണ്ടത്. 2, കോഷൻ ബോർഡ് നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. 3, ആരാണോ ഉദ്യോഗസ്ഥൻ, അതായത് AE അല്ലെങ്കിൽ ഓവർസിയർ PWD സംഭവ സ്ഥലത്ത് ഉണ്ടായിരിക്കണം, റോഡ് കുഴിക്കുന്ന സ്ഥലത്ത്. ചെറിയ ബ്രേക്ക്, കോഷൻ ബോർഡ് വെക്കാത്തതിന് കേരള വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയറിനെ കടവന്തര പോലീസ് SI അറസ്റ്റ് ചെയ്ത് FIR ഇട്ട ഒരു കഥയുണ്ട്. ഞാൻ കൊടുത്ത കേസാണ്. ആദ്യമായിട്ടാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ചീഫ് എഞ്ചിനീയറിനെ
സ്റ്റോപ്പ് ബോർഡ്, ഒരു കുഴിയുടെ അവിടെ കൃത്യം ബോർഡ് വെക്കാണ്ട് എൻ്റെ വണ്ടി വീണിട്ട് ഞാൻ കേസ് എടുപ്പിച്ചു. ആ SIക്ക് ഞങ്ങളൊരു പൂച്ചെണ്ടും കൊടുത്ത്. കാരണം കേരള വാട്ടർ അതോറിറ്റിയുടെ ചീഫ് എഞ്ചിനീയർക്കാണ് കേസ്. പക്ഷെ ഞങ്ങൾ പൂച്ചെണ്ട് കൊടുത്ത് SIക്ക് ട്രാൻസ്ഫർ കിട്ടി. ഇത് റോഡ് കുഴിക്കുന്നതിൻ്റെ ഒന്ന് AE അല്ലെങ്കിൽ ഓവർസീർ അവിടെ ഉണ്ടാവണം. അടുത്ത 4ാമത് കോൺട്രാക്ടറോ അവർ ഏർപ്പാടാക്കിയിരിക്കുന്ന അവരുടെ സൂപ്പർവൈസറോ അവിടെ ഉണ്ടായിരിക്കണം. 5 ആ സ്ഥലത്ത് അവിടെ ഉണ്ടാവണം. 5 പോലീസ് ഗതാഗതമുള്ള റോഡാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം, NOC വാങ്ങിച്ചിരിക്കണം, ഗതാഗതമുള്ള റോഡിൽ ഒരു പോലീസുകാരൻ അവിടെ ഡ്യൂട്ടി കിട്ടിയിരിക്കണം. ഇത്തരം കാര്യങ്ങൾ പാലിക്കാതെയാണ് അവിടെ റോഡ് കുഴിക്കേണ്ടത്. അപ്പൊ എല്ലാ ചെറുപ്പക്കാർക്കും പോളി തന്നെ ചെയ്യണമെന്നില്ലല്ലോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള എല്ലാ മലയാളികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിയമം. തീർച്ചയായിട്ടും കാരണം എവിടെയെങ്കിലും അതെ ഇന്ന കാര്യങ്ങൾ വേണമെന്നാണ് താങ്കൾ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ പാലിച്ചാൽ മാത്രമേ അവിടെ റോഡ് കുഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ PDPP ആക്ട് പ്രകാരം അവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാം. അല്ല കേസെടുക്കാം. അല്ല അത് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് ബെന്നിച്ചേട്ടൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പം ഞാൻ അവിടെ നിന്ന് നേരെ പെർമിറ്റിൻ്റെ പേപ്പർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സൂപ്പർവൈസർ നീ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ടാക്സ് കൊടുക്കുന്ന ഒരു പൗരനാണ്, അതുകൊണ്ട് പെർമിറ്റിന് കാണിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോലീസിനെ വിളിച്ച് പാലാവട്ടം സ്റ്റേഷനിൽ നിന്ന് വൈക്കുന്ന 2 പേര് വന്നു. റോമിയോ പോണ 2 പോലീസുകാർ വന്നു. അവരോട് ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇവിടം കൊണ്ട് തീരില്ല. CAനെ വിളിച്ച് വരുത്തി. വെളുപ്പിന് 2:30 ഇപ്പോൾ CA വന്നു. CA വന്നപ്പോൾ CA എന്നോട് എന്തോ പ്രശ്നം ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇന്നതാണ് പ്രശ്നം, പെർമിറ്റിന് ഇവർ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പണിയാൻ പറ്റില്ല, PDPP ആക്ട് പ്രകാരം കേസ് എടുക്കാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. അയാൾ അവസാനം പെർമിറ്റിൻ്റെ പേപ്പർ വെച്ചു. അന്നത്തെ ഒരു കൗൺസിലർ ഹസ്ബൻഡായിരുന്നു കോൺട്രാക്ടർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിപ്പോൾ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. അവർ വന്നിട്ട് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കുഴിക്കണേന്ന് പറഞ്ഞു, പെർമിറ്റൊന്നുമില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു പെർമിറ്റ് പേപ്പർ ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് എസ്റ്റിമേറ്റ് പേപ്പർ കൊടുത്തു കൗൺസിലർ ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു CAൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാലം പുറത്തിട്ടിട്ടായിരിക്കണേ പുള്ളി ഉറക്കപ്പിച്ചിൽ വന്നതാണ്. അപ്പോൾ CA പറഞ്ഞയുടെ ഒരു പെർമിഷൻ ഉണ്ട്, അവർ പണത്തോട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയാളോട് ചോദിക്കും ഇത് പെർമിഷൻ്റെ പേപ്പർ ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും, അല്ലെങ്കിൽ സാർ കേസ് എടുത്തിട്ട് സാർ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളോട് ചോദിച്ചു അയാളോട് പെർമിറ്റിൻ്റെ പേപ്പർ ആണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എസ്റ്റിമേറ്റിൻ്റെ പേപ്പറാണ്. പറഞ്ഞു തീർത്തു പോകണമല്ലോ. ആ CA ഒരു ഇത്തിരി മാന്യതയുള്ളവരാണ്. ഞാൻ ഇതുപോലെ സെയിം ടിക്ടോ കല്ലൂർ കടവന്ത്രയിൽ റോഡ് തടഞ്ഞു കുഴിച്ചപ്പോൾ പേപ്പർ ഒന്നുമില്ല. പക്ഷേ അന്ന് കസ്ബയിൽ ഇരുന്ന ഒരു കള്ള ഡാഷ് പോലീസുകാരനുണ്ട് CA. അവൻ വലിയ സ്ഥാനത്തേക്ക് എത്തി, പക്ഷെ ഒരു ക്രിമിനൽ കേസിൽ പെട്ട്. ദൈവം കൊടുക്കില്ല. അവൻ എന്ത് ചെയ്തെന്നറിയാം, എനിക്കെതിരെ കേസ്. ഞാൻ അവരോട് 50,000 രൂപ ചോദിച്ചു. 50,000 രൂപ കൊടുത്തില്ലെങ്കിൽ കുഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു ഒരു കേസ്. ഇത് തെളിയിക്കണമല്ല. വരാണ്ടിരിക്കട്ടെ. താങ്ക് യു. അപ്പോൾ അതിനുശേഷം പുള്ളിക്ക് മനസ്സിലായി പെർമിറ്റിനില്ല എന്നുള്ളത്. ഉടനെല്ലാം വലിച്ചു വാരി എടുത്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വലിച്ചു വാരി എടുത്തിട്ട് പോകാൻ പറ്റില്ല, ഒന്നില്ലെങ്കിൽ റോഡ് പഴയ മാറി എങ്ങനെയാണോ അങ്ങനെ ആക്കി വെക്കാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോവാം, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ CA അവരോടെല്ലാം വലിച്ചു വാരി കൊണ്ടുപോയിട്ട് ഇത് അതേമാതിരി മൂടാൻ പറഞ്ഞു. പക്ഷേ അതായത് ഇത് സംഭവം നടക്കുന്നത് 2019 ഇങ്ങനെ പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ എൻ്റെ കോടതി ഉത്തരവിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞാൻ കേസിന്റെ ഫയൽ വിട്ടുതരാം, ഓർഡർ വിട്ടുതരാം. കളക്ടർക്ക് ഇടപെടാം. ആസ് എ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഹി ക്യാൻ ഇന്റർഫയർ ഇൻ ദാറ്റ്. കാരണം കളക്ടറാണ് ഒരു ജില്ലയിലെ റോഡ് വെട്ടിപ്പൊളിക്കാൻ ആദ്യം സാങ്ഷൻ കൊടുക്കേണ്ടത്. ചെറിയ റോഡ് ഒഴിച്ച് വേറെ ഏത് റോഡ് വെട്ടിപ്പൊളിക്കണമെങ്കിലും അതാത് ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് കൊടുക്കും. ആ ഉത്തരവിൽ എന്ന് പണി തുടങ്ങും, എന്തിനാണ് പണി, എന്ന് തീർക്കും, എന്ന് ഗതാഗത യോഗ്യമാക്കി കൊടുക്കും എന്ന് പറയണതുകൊണ്ട് പോളി ഇനി ചെയ്യേണ്ടത് CAനെ വിളിച്ചിട്ട് CA കളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കളക്ടറെ വിളിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് അവിടെ 4 ദിവസത്തിന് ശേഷം പറവൂരുള്ള യദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കുഴിയിൽ സ്വിഗ്ഗി ഓടിക്കൊണ്ടിരുന്ന ഒരു പയ്യനാണ്. ആ കുഴിയിൽ വീഴുകയും പിന്നിൽ വന്ന ടിപ്പർ ലോറി കയറി മരിക്കുകയും ചെയ്തു. അന്ന് ഞാനൊരു പൊതു താല്പര്യ ഹർജി ഫയൽ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒന്നും ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം വെരി നെക്സ്റ്റ് തന്നെ ഹൈക്കോടതിയിൽ ഇതിനെതിരെ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു. അതിൻ്റെ ഒരു ഓർഡർ PV കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഭാവിയിൽ കുഴികൾ മൂലം ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളും മനുഷ്യനിർമ്മിതമാണെന്നും ഇത്തരം അപകടങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ ആ റോഡിൻ്റെ ഉടമസ്ഥനെയോ കോൺട്രാക്ടറെയോ ആവശ്യമായ വന്നാൽ ദുരന്ത നിവാരണ സേനയുടെ തലവനെ വരെ പ്രതിയാക്കി കേസെടുക്കാമെന്ന്. ഇതുവരെ ഇങ്ങനെയുള്ള അപകടങ്ങൾക്ക് തന്തയില്ല. അതെ, ഇനി ഒരു ഉത്തരവാദി ഉണ്ട് ഉറപ്പായിട്ടും. ഇതുവരെ ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത സാധനങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. കാരണം ഇതിൽ ഒരുപാട് പബ്ലിക്കിന് ഒരുപാട് അവയർനെസ് വേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ പോകുന്ന ഒരു റോഡിൽ പോകുന്ന സമയത്ത് കുഴി ഉണ്ടാവില്ല, പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തായിരിക്കും വാട്ടർ അതോറിറ്റി യാതൊരു വിധത്തിലുള്ള ഓതറൈസേഷൻ ഇല്ലാണ്ട് കുഴിക്കുന്നത്. അതിന് കണ്ടാൽ നമുക്ക് കൺസേൺ പോലീസിനെ വിളിച്ച് കേസ് എടുപ്പിക്കാൻ ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് കോർട്ട് ഫയൽ ചെയ്തിരിക്കും. ഈ സ്റ്റോറിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മറുനാടൻ മലയാളി പ്രോഗ്രാം കേൾക്കുന്നവരും കാണുന്നവരും ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്.
ദൈവത്തെ ഓർത്ത് ഞാനൊക്കെ കുറച്ച് റിട്ടയർ, ഞാനിപ്പോൾ പകുതി പണിയെടുക്കണുള്ളൂ. ടാർസൻ ചെഷയറിനെ പോലെ, പോളി വടക്കനെ പോലെ അല്ല, കേരളത്തിൽ ജനങ്ങൾക്കും നാടിനും വേണ്ടി നന്മ ചെയ്യുന്നവരെ നിങ്ങൾ നിന്ദിച്ചില്ലെങ്കിലും അവരെ ദ്രോഹിക്കാതിരുന്നാൽ മതി. അവരെ വന്നിക്കണ്ട നിങ്ങൾ. അവരിത്രയും പ്രവർത്തനങ്ങൾ ചെയ്യും, അവരുടെ കൂടെ നിൽക്കണം. ഈ തലമുറ കഴിഞ്ഞാലൊന്നും മറ്റുള്ളവൻ്റെ വീട് തീ പിടിച്ചാൽ പോലും ചാനലിലും ന്യൂസ് പേപ്പറിലും അറിയാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകില്ല ആരും. അതുകൊണ്ട് ജനാധിപത്യ നാട്ടിൽ ചെഷയറിനെ പോലെയുള്ള, പോളി വടക്കനെ പോലെയുള്ളവരും പുതിയ തലമുറയിലെ പിള്ളേരും വരണം. അങ്ങനെ വരുമ്പോൾ അവരെ ഭ്രാന്തനാണ്, അവൻ അതുകൊണ്ടാണ് ജീവിക്കണത്, അവനെ വേണ്ടാധീനം പറഞ്ഞ് വിസിൽ ബ്ലോവേഴ്സ് ഇല്ലെങ്കിൽ കേരളം മറിച്ചു വെക്കുന്ന രാഷ്ട്രീയക്കാരും ഗുണ്ടകളും ഭരണാധികാരികളുമാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊതുപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും പ്രത്യേകിച്ചും വിസിൽ ബ്ലോവേഴ്സ് വന്നാൽ അവർക്ക് നിങ്ങൾ ഒരു നാരങ്ങകളൊക്കെ മേടിച്ചു കൊടുത്ത് അവരെ ഒന്ന് അംഗീകരിച്ചാൽ ഈ നാട് ഗുണം പിടിക്കും, ഈ നാടിന് ഗതി പിടിക്കും. അല്ലെങ്കിൽ എല്ലാവരും ഓടി രക്ഷപ്പെടും. നന്ദി, നമസ്കാരം. താങ്ക് യു ഡിയർ. ഓൾ ദ ബെസ്റ്റ്. ഏതായാലും എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സപ്പോർട്ടും പോളി വടക്കനും ചെഷയറിനുണ്ട്. കാരണം ഇനി ഞാൻ നിങ്ങളെ ക്ലോസ് വാച്ച് ചെയ്യണം. ഇതുകൊണ്ട് ജീവിക്കണ കുറച്ച് നാറികളുണ്ട്. അപ്പോൾ എല്ലാവരും എങ്ങനെ പെടുത്താൻ പറ്റും? ഇപ്പോൾ പോലീസുകാരിൽ കള്ളനുണ്ട്, ഓട്ടോറിക്ഷയിൽ കള്ളക്കാരനുണ്ട്, പൊതുപ്രവർത്തനത്തിലുണ്ട്, പത്രപ്രവർത്തനത്തിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും തെറ്റിൽ പോയി വീഴാതിരിക്കട്ടെ. ചെയ്ത പ്രവർത്തിക്കൊക്കെ മൊത്തം മലയാളികളുടെ പേരിൽ, മൊത്തം പൊതുപ്രവർത്തകരുടെ പേരിൽ ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു.